So, welcome friends, welcome to my channel Reshma Sajid. So, friends, ഇന്ന് എല്ലാവർക്കും രാവിലെ തന്നെ ഗുഡ് മോർണിംഗ് ആൻഡ് ഹാവ് എ നൈസ് ഡേ. സോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എല്ലാം റെഡിയായി. അപ്പോൾ ഇന്ന് ഡ്രസ്സൊക്കെ മാറ്റി. അപ്പോൾ 8:30 ആയിട്ടുള്ളൂ. മകന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അവൽ ഉപ്മാവ് ഉണ്ടാക്കി. ബാക്കി ഇന്നലെ ഞാൻ ബിരിയാണി ഉണ്ടാക്കിയോണ്ട് ഇന്നൊന്നും രാവിലെ ഒന്നും ലഞ്ചിൻ്റെ ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. അപ്പോൾ പിന്നെ എന്നാലും ഇന്ന് ഭയങ്കര ഉറക്കമുണ്ട്, ഉറക്കം മതിയായിട്ടില്ല. ഇന്ന് രാവിലെ 5:30 എണീച്ചിന്. സോ ഇപ്പോൾ ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞ് ഇപ്പോൾ ചായ കുടിക്കുന്നു. അപ്പോൾ സോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എന്തായാലും അമ്പലത്തിൻ്റെ ഇടയിൽ കൂടി പോകുമ്പോൾ ഉത്സവം എടുക്കാൻ പോകുന്നുണ്ട്. ശരിക്കും എടുക്കാൻ പറ്റുന്നില്ല, കാരണം അവിടെ തന്നെ ആ സമയത്ത് തന്നെ ഒരു ട്രാഫിക് വരുന്നുണ്ട്, ട്രാഫിക് ജാം. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് പോകുന്ന സമയത്തും അവിടെ എന്തോ വലിയൊരു ലോറി നിർത്തിയിട്ടുണ്ടായി, നമ്മളെപ്പോലെ തന്നെ ഒരു പാലിൻ്റെ ഒരു വണ്ടി. അപ്പോൾ അതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് വേഗം നമ്മൾ വിട്ട് പാല് കൊടുക്കണ്ടേ, അപ്പോൾ സമയത്തിന് എത്തിക്കണ്ടേ. അപ്പോൾ ആ സമയത്തിന് പിന്നെ ഞാൻ വേറെ വ്ളോഗ് എടുത്തപ്പോൾ റെയിൽവേ ക്രോസിങ്ങിൻ്റെ അടുത്തുനിന്ന് ഇങ്ങനെ ജസ്റ്റ് കാത്തിക്കുമ്പോൾ കുറേ വണ്ടി എല്ലാം ആയിട്ട് നല്ല കുറച്ച് വെയിലൊക്കെയാണ് ഇവിടെ റെയിൽവേ ക്രോസിങ്ങിൻ്റെ അടുത്ത്. അപ്പോൾ വെയിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ റെയിൽവേ ട്രെയിൻ പോകുന്നത് അങ്ങ് എടുക്കും. അപ്പോൾ ആ ഒരു റെയിൽവേ ക്രോസിങ്ങിൻ്റെ അവിടെ എന്തെല്ലോ റിപ്പയർ പണിയും എന്തെല്ലോ അവർ പഠിപ്പിക്കും എല്ലാം എന്തോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് നമ്മൾ ഇങ്ങനെ പിന്നെ ഇതെടുക്കും. ഞാൻ അതുകൊണ്ട് അവിടുന്ന് വീഡിയോ എടുക്കില്ല, ട്രെയിൻ പോകുന്നതല്ലോ. ഒരു ഡ്രസ്സല്ലേ ട്രെയിന്. പിന്നെ ഒരു സ്ഥലത്തുണ്ട്, അവിടുന്ന് ഞാൻ കൊണ്ടുപോയി പാക്ക് ചെയ്ത എല്ലാ ഫുഡൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച്. പിന്നെ ഞാൻ കഴിക്കലില്ല ഇപ്പം. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ നേരം കഴിക്കലുണ്ടായിരുന്നു. അപ്പം ഞാനിപ്പം കഴിക്കലില്ല, കാരണം 2 നേരം ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര ഇതാണ്. പിന്നെ ലഞ്ചും കഴിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ അധികം ഫുഡ് കഴിച്ചിട്ടാണ് എനിക്ക്. അതുമാത്രമല്ല, ഞാൻ കുറച്ച് വാക്കിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഫുഡ് കൂടി പിന്നെ എക്സസൈസ് ഒന്നും ഇല്ലെങ്കിൽ പിന്നെ അതൊരു ഷുഗർ ഡയബറ്റീസിൻ്റെ കൂടിയിട്ട് പിന്നെ ഉറക്കവും പിന്നെ ബോഡി പെയിനും അങ്ങനെയെല്ലാം അവർക്കും ഉണ്ടാവും. അപ്പോൾ ഇപ്പം കുറച്ച് ഉറക്കം ഇന്നിപ്പോൾ 5:30 എണീച്ചുകൊണ്ടാണ് ഉറക്കം. ഇന്നലെ പക്ഷേ 6:30 എണീച്ചിന്, അതുകൊണ്ട് അങ്ങനെ ഉറക്കമൊന്നും ഉണ്ടായിട്ടില്ല. ഇന്നിപ്പോൾ തലമുടിയൊന്നും കുളിച്ചിട്ടില്ല, മേല് അങ്ങ് കുളിച്ചിട്ട് ഡ്രസ്സ് മാറ്റി. അപ്പോൾ വെള്ളം നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഇളം ചൂട് വെള്ളത്തിലൊന്നും ബോഡി ഒന്ന് മുഖമൊക്കെ അങ്ങ് കഴുകി ക്രീമൊക്കെ പരട്ടി. അപ്പോൾ ഇനി ഉച്ചക്കായിരിക്കും നല്ല ഇതുണ്ടാവും. അപ്പോൾ ഇപ്പോൾ വെള്ളം ചൂടാക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് ഹീറ്ററില്ല, അപ്പോൾ മൊത്തം ഗ്യാസ് മുതൽ ചൂടാക്കണം. സോ ഫ്രണ്ട്സ്, ഞാനിനി റൂട്ടിൽ നിന്ന് അടുത്ത ടെമ്പിളിലെ സീൻ കുറച്ചെടുക്കാം. അതിൻ്റെ ശേഷം ഇപ്പോൾ കറണ്ടും പോയി ഫ്രണ്ട്സ്. അതിൻ്റെ ശേഷം ബാക്കി വ്ളോഗിങ് ചെയ്തിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യും. ഫ്രണ്ട്സ്, അമ്പലത്തിലെ വീഡിയോ കുറച്ച് എടുത്തിരുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ ഒരു സ്ഥലത്ത് വരെ എത്തി. അപ്പോൾ ഇനിയിപ്പോൾ ടൈം
11:30 ആകുമ്പോൾ അത്ര. അപ്പോൾ ഈ ടൈമുണ്ട് ഇത്ര വീട്ടിലെത്താൻ. പക്ഷെ ഞാൻ വീട്ടിലെത്തിയിട്ട് ഞാൻ വീട്ടിലെത്തിയിട്ട് ബാക്കി വ്ളോഗ്സ് എടുക്കുന്നില്ല. പിന്നെ തന്നെ ഇത് ലാസ്റ്റ് ക്ലിപ്പ് എടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ കുറേ പുതിയൊരു ഹോട്ടലിൻ്റെ അടുത്ത് കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. സോ ഫ്രണ്ട്സ്, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കൊണ്ടുവന്നെല്ലാം കഴിച്ച് ഇവിടുന്ന് ഒരു ചായ കുടിക്കാനാണ് ഇവിടെ നിൽക്കുന്നത്. പിന്നെ ഫുഡ് കൂടിയും കൊടുക്കാറുണ്ട് പോയാൽ. ഇതിൻ്റെ ശേഷം നമ്മൾ പിന്നെ 12 വരെയില്ലേ കണ്ടിന്യൂ ചെയ്യും. വീടെത്തുന്നതിന് മുന്നേ ഒരു കടയും കൂടിയുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ എങ്ങനെ എടുക്കേണ്ടതെന്ന് അറിയില്ല. അന്ന് 2 പേര് 3 പേര് ഇവിടെ അന്ന് നോക്കി നിൽക്കുന്നുണ്ട്. ഞാൻ അവരെടുത്തിനി. അപ്പോൾ ഇന്ന് ആരുമില്ല. ഇന്ന് വളരെ കുറേ കാലിയായുള്ള ആൾക്കാർ. സോ ഫ്രണ്ട്സ്, ഞാനിവിടുന്ന് ചായ കുടിക്കാറില്ല. കാരണം ചൂട് സംഭവം എനിക്ക് കഴിച്ചാൽ ഒരു തല വല്ലാണ്ട് ഒരു കണ്ണെല്ലാം വല്ലാണ്ടാവും. കുറേ സമയം ഒരു ഓർമ്മ കിട്ടാത്ത പോലെ ഉണ്ടാവും. തണുപ്പാണെങ്കിൽ ഇവിടുത്തെ തണുത്ത അന്ന് ഫ്രൂട്ട് സലാഡ് കഴിച്ചത് മീൻസ് ഭയങ്കരം തണുപ്പായിരുന്നു. അത് കഴിച്ചിട്ട് തീരുന്നുണ്ടായിട്ടില്ല. പക്ഷെ നല്ല കുറേ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഉള്ളത് നല്ല ഫ്രൂട്ട് സലാഡായിരുന്നു. മോശമില്ല, പക്ഷേ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇത് കഴിഞ്ഞപ്പാട് വേറെ സ്ഥലത്ത് പോകണം. നല്ല വേഗം നമ്മളെ പണി തീരും. ഇത് കഴിക്കാനും കുടിക്കാനൊന്നും ഓടി നിൽക്കുന്നു. കഴിക്കാനും ചായക്കടി നല്ല ഓക്കെയാണ്. ചായക്കടി ചൂടും നല്ല ഓക്കെ, വേഗം തിന്ന് കഴിയും. പക്ഷെ ചായയും കാപ്പിയെല്ലാം കുടിക്കാനൊന്നും ഊതി അത് ഊതി എൻ്റെ ചൂടും പോകില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ അതിൻ്റെ റിസ്ക് എടുക്കാത്ത ഇവരാകുമ്പോൾ ഇങ്ങനെ എല്ലാം കഴിയും. ഇതാണ് ഇത്. ഇവർ ഹസ്ബൻഡ് അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ കാക്കിയിടുന്നെന്ന് കമ്പൽസറി ആയി. ഞാൻ അടുത്ത വ്ളോഗിൽ കാണാം. So bye, take care and follow my channel.